ഓക്കെ. ഹായ് ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനോണിന്റെ ഇൻട്രൊഡക്ഷൻ, എഡിഷൻസ്, അതുപോലെ അഫോറിസംസ് ഫ്രം 1 to 70 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലൈഫ് ഹിസ്റ്ററി ഓൾറെഡി എടുത്തിട്ടുള്ളതാണല്ലോ. അതെ ഡോക്ടർ, എടുത്തതാണ്. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2017 തൊട്ടിട്ട് 2024 വരെ AIPGT ലുള്ള ഓർഗനോണിന്റെ വെയിറ്റേജ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ഓർഗനോണിൽ നിന്ന് ചോദിക്കുന്നു എന്നുള്ളതാണ്. സോ 2017 ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ഇയേഴ്സിലും, അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു 10 to 16 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഓർഗനോണിൽ നിന്ന് വരുന്നുണ്ട്. സോ അത്യാവശ്യം ഓർഗനോൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് കയറാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ ഓർഗനോൺ എന്നുള്ള വേർഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് ഓഫ് ഗ്രീക്ക് ഒറിജിൻ. അതുപോലെ തന്നെ ഹോമിയോപ്പതിയും എന്താണ്, ഗ്രീക്ക് ഒറിജിൻ ആണ്. അപ്പം ഓർഗനോൺ ഗ്രീക്ക് ആണ്, പക്ഷെ ഓർഗാനം ലാറ്റിൻ വേർഡ് ആണ്. അപ്പോൾ ഹാനിമാൻ എന്തുകൊണ്ട് ഹാനിമാന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിന് ഓർഗനോൺ അല്ലെങ്കിൽ ഓർഗനോൺ ഓഫ് മെഡിസിന് നെയിം ചെയ്തു എന്ന് ചോദിച്ചാൽ, അരിസ്റ്റോട്ടിലാണ് ആദ്യം ഓർഗനോൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. അതായത് അരിസ്റ്റോട്ടിന്റെ ലോജിക്കിലെ 6 വർക്ക്സിനെ കമ്പൈൻ ചെയ്ത് പബ്ലിഷ് ചെയ്തതിന് കൊടുത്തൊരു പേരാണ് ഓർഗനോൺ. ലേറ്റർ ബേക്കൺ ഈസ് എ ഫാദർ ഓഫ് ഇൻഡക്റ്റീവ് ലോജിക്. അപ്പം ബേക്കന്റെ ലോജിക്കിനെ പറ്റിയുള്ള ആദ്യത്തെ വർക്കാണ് ഇൻസ്റ്ററിഷ്യോ മാഗ്ന. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നോവം ഓർഗാനം. സോ ഹാനിമാൻ ഒരുപാട് ലോജിക്കിന്റെ അല്ലെങ്കിൽ ലോജിക്കിനെ ഹോമിയോപ്പതിയിലോട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഹാനിമാൻ. അപ്പൊ ഈ വർക്കിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഹാനിമാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്കിന് ഓർഗനോൺ എന്ന് നെയിം ചെയ്യാൻ കാരണമായത്. സോ അപ്പം ഓർഗനോൺ ഗ്രീക്ക് വേർഡ് ആണ്, ഓർഗാനം ലാറ്റിൻ വേർഡ് ആണ്, ഹോമിയോപ്പതി ഗ്രീക്ക് ഒറിജിൻ ആണ്. ആൻഡ് ഹോമിയോപ്പതി ദ വേർഡ് മീൻസ് ഹോമിയോസ് മീൻസ് സിമിലർ ആൻഡ് പത്തോസ് മീൻസ് സഫറിങ്. സോ ഓൾ ടുഗദർ സിമിലർ സഫറിങ് എന്നാണ് അർത്ഥം. സോ അപ്പം അലോപ്പതി എന്ത് ഒറിജിൻ ആണ്? ഗ്രീക്ക് ഒറിജിൻ. ഓക്കെ, ഗ്രീക്ക് ഒറിജിൻ ആണ്, വിച്ച് മീൻസ് ആൻസർ ചെയ്തോളൂ, എല്ലാവരും റെസ്പോണ്ട് ചെയ്തോളൂ മാക്സിമം. ഹോമിയോപ്പതി സിമിലർ സഫറിങ് ആകുമ്പോൾ അലോപ്പതി എന്തായിരിക്കും? ഡിഫറെന്റ് സഫറിങ് ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഹോമിയോപ്പതിയിലെ ബാക്കി വേർഡ്സ് കോയിൻ ചെയ്തിരിക്കുന്നത് ഏത് ലാംഗ്വേജിൽ നിന്നാണ് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓർഗനോണും ഹോമിയോപ്പതിയും ഫ്രം ഗ്രീക്ക് ആണ്. അപ്പൊ ഓർഗനോൺ ഗ്രീക്ക് ആകുമ്പോൾ വേറൊരു സബ്ജക്റ്റും കൂടിയാണ്. നമ്മുടെ ഫാർമസിയും എന്തിൽ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാർമകോപ്പിയ, അതുപോലെ എന്താ നോസോഡ്, ഡോസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താണ് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. നെക്സ്റ്റ് അലോപ്പതി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രീക്ക് ആണ്. അതുപോലെ ഇഡിയോസിൻക്രസി ഗ്രീക്ക് ആണ്. ദെൻ മയാസവും സൈക്കോസിസും ഗ്രീക്ക് ആണ്. സോറ ഏത് വേർഡാണ്? സോറ ഏത് ലാംഗ്വേജിൽ നിന്നാണ് കോയിൻ ചെയ്തിരിക്കുന്നത്? സോറ എന്ന വേർഡ് അറിയുമോ? ഹിബ്രു വേർഡ്. ഓക്കെ, സോററ്റ് എന്ന ഹിബ്രു വേർഡിൽ നിന്നാണ് സോറ കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ലാറ്റിൻ വേർഡ്സ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കുറച്ച് ഫ്രേസസ് ഉണ്ട്. ഓഡെ സപ്പീറെ, അതുപോലെ മെറ്റീരിയ പിക്കൻസ്, ടോളെ കോസം. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ലാറ്റിൻ ഒറിജിൻ ആണ്. അപ്പൊ ഈ ഓഡെ സപ്പീറെ എന്താണ്? ഓഡെ സപ്പീറെ ഈസ് എ മോട്ടോ ഓഫ് ഓർഗനോൺ ആണ്. ആൻഡ് ഏത് എഡിഷൻ തൊട്ടിട്ടാണ് ഓഡെ സപ്പീറെ മോട്ടോ ആയി ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സെക്കൻഡ് എഡിഷൻ തൊട്ടിട്ടാണ്. വിച്ച് മീൻസ് ഓഡെ സപ്പീറെ മീൻസ് എന്താണ്? ഡെയർ ടു ബി വൈസ്. ഓക്കെ, ഈ ഓഡെ സപ്പീറെ എന്നുള്ള ഒരു ഫ്രേസ് ഹാനിമാന് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയോ? ഓക്കെ, ഹാനിമാൻ സ്കൂളിംഗ് നടത്തിയ പ്രിൻസ് സ്കൂളിന്റെ മോട്ടോ ആയിരുന്നു ഓഡെ സപ്പീറെ. അപ്പൊ ഓഡെ സപ്പീറയാണ് ഹാനിമാൻ സെക്കൻഡ് എഡിഷൻ തൊട്ടിട്ട് മോട്ടോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് എഡിഷന്റെ മോട്ടോ എന്തായിരുന്നു? ആയിരുന്നു. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ദെൻ അടുത്ത അപ്പം ഇനി മെറ്റീരിയ മേടിക്ക. അപ്പം ഇനി ഓർക്കേണ്ട കാര്യങ്ങൾ, മെറ്റീരിയ മേടിക്കുകയും റെപ്പട്രി, അത് ഓർഗനോണും ഫാർമസിയും ഗ്രീക്ക് ആണെങ്കിൽ മെറ്റീരിയ മേടിക്കുകയും റെപ്പട്രിയും ലാറ്റിൻ ഒറിജിൻ ആണ്. അതുപോലെ ഓർഗാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ നോൺ ഇനിറ്റിലസ് വിക്സി. നോൺ ഇനിറ്റിലസ് വിക്സി എന്തായിരുന്നു? നോൺ ഇനിറ്റിലസ് വിക്സി എവിടാണ് കണ്ടിട്ടുള്ളത്? അതായത് ഹാനിമാന്റെ ടോംബില്
ഉള്ളതാണ് സിമെട്രിയിൽ. അതായത് നോൺ ഇലക്ട്രിക് ഫിക്സി മീൻസ് ഐ ഹാവ് നോട്ട് ലീവ്ഡ് ഇൻ വെയിൻ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഓർക്കേണ്ട കാര്യം പ്രിസ്ക്രിപ്ഷൻ ലാറ്റിൻ ഒറിജിൻ ആണ്. പ്രിസ്ക്രിപ്ഷൻ ലാറ്റിൻ ഒറിജിൻ ആകുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഓർത്തോണം പ്ലാസിബോയും സക്കാരം ലാക്റ്റിസും എന്താണ് ലാറ്റിൻ ഒറിജിൻ ആണ്. ഓക്കെ, പിന്നെ സിമിലിയ എന്ന വേർഡും ലാറ്റിൻ ഒറിജിൻ ആണ്. ദെൻ ആൽക്കഹോൾ അറബിക് ആണ്, ഡ്രഗ് ഫ്രഞ്ച് ഒറിജിൻ ആണ്, പോളിക്രസ്റ്റ് അമേരിക്കൻ ഒറിജിൻ ആണ്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ എഡിഷൻസ് ഓഫ് ഓർഗനോൺ. ഈ പിക്ചറിൽ കാണുന്നത് ഏത് എഡിഷൻ ആണ്? ഓക്കെ, ഇത് ഏത് എഡിഷൻ ആണെന്ന് മനസ്സിലായോ? ഈ കാണുന്നത് ദിസ് ഈസ് ദ 5th എഡിഷൻ ഓഫ്. നമുക്ക് ഈ പബ്ലിക്കേഷൻ പറയാം ആദ്യം. ഫസ്റ്റ് എഡിഷൻ വന്നിരിക്കുന്നത് 1810-ലാണ്, സെക്കൻഡ് എഡിഷൻ 1819, തേർഡ് 1824, ഫോർത്ത് 1829 ആൻഡ് ഫിഫ്ത്ത് 1833. സിക്സ് എഡിഷൻ നമുക്ക് അറിയാം ഹാനിമാൻ വർക്ക് 1842 തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എന്തുപറ്റി, അതിനുടനെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 1921 ആണത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ 1842 പബ്ലിഷ് ചെയ്തെങ്കിലും അതിന്റെ മാനുസ്ക്രിപ്റ്റിൽ ഹാനിമാൻ ഒറിജിനൽ ഡേറ്റ് ഓഫ് വർക്ക് ഫിനിഷ് ചെയ്തെന്നാണ് ഡേറ്റ് ഹാനിമാൻ കൊടുത്തിട്ടില്ല. പക്ഷെ റിച്ചാർഡ് ഹെയ്ഡ് പറയുന്നുണ്ട് ഹാനിമാൻ മിസ്റ്റർ ഷോബിക്ക് എഴുതിയ ഒരു ലെറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫെബ്രുവരി 20, 1842 ഹാനിമാൻ 6th എഡിഷൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇയേഴ്സ് ഓഫ് പബ്ലിക്കേഷൻ മറക്കരുത്. 1810, 1924, 29, 33 ആൻഡ് ഫൈനലി 1921. ദെൻ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ ആണ് അത് ടോർഗ്, ഫസ്റ്റ് എഡിഷൻ ഫ്രം ടോർഗ്, സെക്കൻഡ് എഡിഷൻ ലീപ്സിക്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. പിന്നുള്ള 3 എഡിഷൻസും ഫ്രം കോതൻ ആൻഡ് 6th നമുക്കറിയാം ലാനിമാന്റെ ലാസ്റ്റ് ലൈഫ് പാരീസിലായിരുന്നു. അപ്പം 6th എഡിഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നതും പാരീസിൽ നിന്ന് തന്നെയാണ്. ദെൻ ടൈറ്റിൽ ഓഫ് ഓർഗനോൺ, ഫസ്റ്റ് എഡിഷന്റെ ടൈറ്റിൽ ഓർഗനോൺ ഡെർ റാഷണൽ ഹെൽക്കുണ്ടെ എന്നായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള എഡിഷനിൽ ഓർഗനോൺ ഡെർ ഹെൽക്കുൻസ്റ്റ് എന്നായി. അതായത് ഇംഗ്ലീഷ് ടൈറ്റിൽ പറയുമ്പോൾ ഫസ്റ്റ് എഡിഷൻ്റെത് ഓർഗനോൺ ഓഫ് ദ റാഷണൽ ആർട്ട് ഓഫ് ഹീലിംഗ് അല്ലെങ്കിൽ ഓർഗനോൺ ഓഫ് റാഷണൽ സിസ്റ്റം ഓഫ് ഹീലിംഗ് എന്നൊരു പേരുമുണ്ട്. പിന്നീടുള്ള എഡിഷൻ അതായത് സെക്കൻഡ് എഡിഷൻ ഓൺവേർഡ്സ് അതിന്റെ ടൈറ്റിൽ മാറി ഓർഗനോൺ ഓഫ് ആർട്ട് ഓഫ് ഹീലിംഗ് അല്ലെങ്കിൽ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്നായിട്ടുണ്ട്. 6th എഡിഷനെ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന് മാത്രമേ പറയുള്ളൂ. സോ നമുക്ക് തന്നെ കാണാം, ഈ 5th എഡിഷൻ നോക്കുമ്പോൾ തന്നെ കാണാം അതിന്റെ ടൈറ്റിൽ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്നാണ്, ബൈ ഡോക്ടർ സാമുവൽ ഹാനിമാൻ. 5th എഡിഷന്റെ അപ്പൻഡിക്സ് എഴുതിയിരിക്കുന്നത് ആറി ഡഡ്ജിനാണ്. അതായത് 5th എഡിഷൻ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ഡഡ്ജിന്റെ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഡഡ്ജിന് അതിന്റെ കൂടെ ഒരു അപ്പൻഡിക്സും കൂടെ ആഡ് ചെയ്തിട്ടുമുണ്ട്. ദെൻ 6th എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വില്യം ബോറിക് ആണ്, വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ബൈ ജെയിംസ് ക്രോസ്. സോ ഇതൊന്ന് ആൻസർ ചെയ്യാവോ? എല്ലാവരും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുമോ? ബി. ബി, ഓക്കെ, റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് എന്തായത് ഇത് ഇന്ന് 4 ലൈൻസ് എന്താണെന്ന് മനസ്സിലായോ? ദ ട്രൂത്ത് വി മോർട്ടൽസ് നീഡ് എന്ന് തുടങ്ങുന്ന ഈ 4 ലൈൻസ് ഗെല്ലറ്റിന്റെ പോയം. Gellert's poem, which is the motto of first edition of Organon. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണിത്. ഈ ഗെലേർട്ടിന്റെ പോയമാണ് ഫസ്റ്റ് എഡിഷന്റെ മോട്ടോ. സെക്കൻഡ് എഡിഷൻ ഓൺവേർഡ്സ് മോട്ടോ ചേഞ്ച് ചെയ്തു ഓർഡേഴ്സ് അപ്പിയർ ആയി, വിച്ച് മീൻസ് ഡെയർ ടു നോ ഓർ ഡെയർ ടു ബി വൈസ്. ഹൊറൈസ് എന്ന് പറയുന്നത് ഒരു റോമൻ പോയറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് അഫോറിസംസ് ഫസ്റ്റ് എഡിഷനിൽ 271 ആണ്, സെക്കൻഡ് എഡിഷനിൽ 318. പക്ഷേ കറക്റ്റ് പറഞ്ഞാൽ 315 ഉള്ളൂ. പക്ഷെ ഹാനിമാനെ നമ്പറിങ്ങിൽ ഒരു 216, 17 അവിടെ നമ്പർ ചെയ്തപ്പോൾ വന്ന എറർ കാരണം അത് 318 ആയി മാറിയതാണ്. പക്ഷെ നമ്പർ ഓഫ് അഫോറിസം എന്ന് ചോദിച്ചാൽ 318 എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്താൽ മതി. ഇപ്പൊ സെക്കൻഡ് എഡിഷൻ 318, തേർഡ് എഡിഷൻ 320, ഫോർത്ത് എഡിഷൻ 292 ആൻഡ് ഫിഫ്ത്ത് ആൻഡ് സിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 294-ഉം 291-ഉം. കാരണം 290, 292, 93 എന്നീ 3 അഫോറിസംസ് 5th എഡിഷനിൽ നിന്ന് ഹാനിമാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 6th എഡിഷനിൽ 291 ആയി മാറിയത്.
ദെൻ നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഓർഗനോണിന്റെ എഡിഷൻ ഏതാണ്? സെക്കൻഡ് എഡിഷൻ. സെക്കൻഡ് എഡിഷൻ ആണ്. ഓക്കെ, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ എഡിഷൻ ഏതാണ്? ഫോർത്ത് എഡിഷൻ. ഫോർത്ത് ഫോർത്ത് എഡിഷൻ. എഡിഷൻ. ഓക്കെ, അതൊരിക്കലും മാറിപ്പോകരുത്. ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട എഡിഷൻ സെക്കൻഡ് എഡിഷനും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നത് ഫോർത്ത് എഡിഷനുമാണ്. ദെൻ അപ്പം ഇനി ഫസ്റ്റ് എഡിഷന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തത് സി വീലർ ആണ് ഇൻ ദ ഇയർ 1913. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് എഡിഷൻസിന് മഹീന്ദ്ര സിംഗ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ചാൾസ് എച്ച് ഡെവ്രിയന്റ് ഇൻ 1833 ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് എഡിഷന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് ഹെറിങ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഡഡ്ജൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, വെസൽ ഹോഫ്റ്റ്, ഫിങ്കി 4 പേര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുക, കാരണം ചിലപ്പം ഓപ്ഷൻസിൽ ഈ ഫിഫ്ത്ത് എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലാത്തത് ആരാണെന്ന് പറഞ്ഞ് ചിലപ്പം ബോർക്കിന്റെയോ അല്ലെങ്കിൽ ഡെവറിന്റെയോ ഒക്കെ പേര് തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പേരെല്ലാം ഓർത്ത് വെച്ചേക്കണം. ദെൻ സിക്സ് എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബോറിക്കാണ്. അത് 1921 സിക്സ് എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ഇയറിൽ തന്നെ ബോറിക്ക് അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതർ ട്രാൻസ്ലേഷൻസ് നമ്മൾ പറഞ്ഞു, ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ഓർഗനോന്റെ സെക്കൻഡ് എഡിഷൻ ആണ്. ദാറ്റ് ഈസ് ഡൺ ബൈ ഏണസ്റ്റ് ജോർജ് ബ്രണ്ണോ ഇൻ ദ ഇയർ 1824 ചെയ്തത്. ദെൻ തേർഡ് എഡിഷനും ബ്രണ്ണോ തന്നെയാണ്. അതുപോലെ AGL ജോർദാനും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിക്സ് എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ട് ഫ്രഞ്ചിലോട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ പിയറി ഷിമിറ്റ്. ഓക്കെ, പിയറി ഷിമിറ്റിന്റെ പേര് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 50 മില്ലിസിമൽ. 50 മില്ലസിമൽ എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? പിയറി ഷിമിറ്റ് ആണ്. ശരിക്കും ഇപ്പൊ ഹാനിമാൻ 50 മില്ലസിമൽ എന്ന് വിളിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, ഹാനിമാൻ ഒരിക്കലും 50 മില്ലസിമൽ എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടില്ല. പകരം ഹാനിമാൻ എന്ത് പറഞ്ഞാണ് 50 മില്ലസിമൽ പൊട്ടൻസീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ഹാനിമാൻ യൂസ് ചെയ്ത ടേം എന്താണ്? റിന്യൂവ്ഡ് ഡൈനാമൈസേഷൻ. റിന്യൂഡ് ഡൈനാമൈസേഷൻ അല്ല, കറക്റ്റ് ന്യൂ ആൻഡ് ഓൾട്ടേർഡ് പെർഫെക്റ്റഡ് മെത്തേഡ് എന്നുള്ള ടേമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് അഫോർസംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയാം. ന്യൂ ആൻഡ് ഓൾട്ടേർഡ് പെർഫെക്റ്റഡ് മെത്തേഡ്. ഓക്കെ, ദെൻ ഇനി കണ്ടൻസിന്റെ ജർമ്മൻ വേർഡ് ആണ് ഇൻഹോൾട്ട്. അപ്പം കണ്ടൻസ് ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് എഡിഷൻ ഓൺവേർഡ്സ് ആണ്. പിന്നുള്ള ബാക്കി എഡിഷൻസിലൊക്കെ ഉണ്ട്, പക്ഷെ സിക്സ് എഡിഷൻ ആയപ്പോഴത്തേക്ക് കണ്ടൻസ് റിമൂവ് ചെയ്യപ്പെട്ടു. സോ അപ്പം കണ്ടൻസ് ഇല്ലാത്ത ഓർഗനോണിന്റെ എഡിഷൻസ് ഫസ്റ്റ് എഡിഷനും സിക്സ് എഡിഷനുമാണ്. ദെൻ ഇൻട്രൊഡക്ഷന്റെ ജർമ്മൻ വേർഡ് ആണ് എൻലൈറ്റൂൺ. ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് എഡിഷൻ തൊട്ടിട്ടുണ്ട്, പക്ഷേ ഇൻട്രൊഡക്ഷൻ ടു ഹോമിയോപ്പതി അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനോൺ പ്രോപ്പർ ഏത് എഡിഷനിലാണ് വന്നത്? സോ ഇൻട്രൊഡക്ഷൻ ടു ഹോമിയോപ്പതി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് എഡിഷൻ? സെക്കൻഡ് അല്ല, ഫോർത്ത് എഡിഷൻ ആണ്. ഫോർത്ത് എഡിഷൻ ആണ്, മാറിപ്പോകരുത്. ഇൻട്രൊഡക്ഷൻ ടു ഹോമിയോപ്പതി അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനോൺ പ്രോപ്പർ, അത് ഫോർത്ത് എഡിഷൻ ഓൺവേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് എഡിഷനിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു 4 ചാപ്റ്റേഴ്സ് 44 പേജസ് ആയിട്ട് വന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസംസ് അന്നുണ്ടായിരുന്ന എല്ലാ സിസ്റ്റംസിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റൻസസ് ഓഫ് ഹോമിയോപ്പതിക് ക്യൂവേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയി ഒരു 62 പേജസ് ആയി ഹാനിമാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് എഡിഷനിൽ 3 ചാപ്റ്റേഴ്സ് ആണ്. ഫോർത്ത് എഡിഷൻ വന്നപ്പോഴാണ് 2 സെപ്പറേറ്റ് ഹെഡിങ്സിലായിട്ടാണ് ഇൻട്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഹോമിയോപ്പതിക്ക് ഒരു പാർട്ട്, അതായത് ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ സെപ്പറേറ്റ് ആയിട്ട് ഹോമിയോപ്പതിക് ക്യൂവേഴ്സിനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനോൺ പ്രോപ്പർ എന്നതിനെ വിളിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് എഡിഷനിലും സിക്സ് എഡിഷനിലും ഒക്കെ 12 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് അവിടെ കാണാൻ പറ്റില്ല, ഒരു കണ്ടിന്യൂസ് റൈറ്റപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുക. പക്ഷെ ഫസ്റ്റ് എഡിഷനിലാണെങ്കിൽ ചാപ്റ്റേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ക്ലോസിംഗ് ലൈൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പാര കഴിയുമ്പോൾ ഒരു ക്ലോസിംഗ് ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ ദ പോർഷൻ ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ഹോമിയോപ്പതി.
The portion of introduction to homeopathy appears first in fourth edition. ഇനി ഹാനിമാൻ ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് ഒരു എസ്സേ ബേസ് ചെയ്തിട്ടാണ്. ഹാനിമാന്റെ ഇൻഡിക്കേഷൻ ഓഫ് ഹോമിയോപ്പതിക് എംപ്ലോയ്മെന്റ് ഓഫ് മെഡിസിൻസ് ഇൻ ഓർഡിനറി പ്രാക്ടീസ് 1807 പബ്ലിഷ് ചെയ്ത ഒരു എസ്സേ ആണ്. ഇതിനെ ബേസ് ചെയ്താണ് ഹാനിമാൻ എന്ത് എഴുതിയിരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ ഹോമിയോപ്പതി എന്ന വേർഡും ഹാനിമാൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ എസ്സേയിലാണ്. സോ ഇനി ഫോർത്ത് എഡിഷനിലെ ഇൻട്രൊഡക്ഷന്റെ ഹെഡിങ് ആണിത്. റിവ്യൂ ഓഫ് ദ അലോപ്പതി ഓഫ് ദ ഓൾഡ് സ്കൂൾ ഓഫ് മെഡിസിൻ എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ഹെഡിങ്. സെക്കൻഡ് പാർട്ടാണ് ഇൻസ്റ്റൻസസ് ഓഫ് ഹോമിയോപ്പതിക് പ്രാക്ടീസ് ഇൻ ദ ഓൾഡ് സ്കൂൾ. പക്ഷെ ഇത് ഫിഫ്ത്ത് എഡിഷനിൽ ഒമിറ്റ് ചെയ്തു. അവിടെ ഒരിക്കലും അവിടുത്തെ ഹെഡിങ്ങിൽ ഈ റിവ്യൂ ഓഫ് അലോപ്പതി അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ ഓഫ് മെഡിസിൻ എന്നൊരു ഒറ്റ ഹെഡിങ്ങിലാണ് ഇൻട്രൊഡക്ഷൻ മൊത്തം എഴുതിയിരിക്കുന്നത് ഫിഫ്ത്ത് എഡിഷനിൽ. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡിഷൻസ് ഓരോ എഡിഷനിലെയും പറയുകയാണെങ്കിൽ ഫസ്റ്റ് എഡിഷനിലാണ് സിമിലിമം വന്നിരിക്കുന്നതും സിമിലിയ സിമിലിബസ് ക്യുറൻഡർ വന്നിരിക്കുന്നത്. ഹോമിയോപ്പതി പക്ഷേ മുന്നേ നേരത്തെ പറഞ്ഞ എസ്സേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹോമിയോപ്പതി ഓർഗനോണിന്റെ ഫസ്റ്റ് എഡിഷൻ ഓൺവേർഡ്സ് പറയുന്നുണ്ട്. ദെൻ ലോ ഓഫ് സിമിലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർക്കിലാണ് ഹാനിമാൻ? അതായത് സിമിലിയ സിമിലിബസ് അല്ലെങ്കിൽ ലോ ഓഫ് സിമിലേഴ്സ് എന്ന് പറഞ്ഞ് ആദ്യമായി ഹാനിമാന്റെ ഏത് വർക്കിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? Essay on new principle. എസ്സേ ഓൺ എ ന്യൂ പ്രിൻസിപ്പിൾ ആണ് ലോ ഓഫ് സിമിലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സിമിലിയ സിമിലിബസ് ക്യുറൻഡർ എന്ന ഹോമിയോപ്പതിയുടെ കംപ്ലീറ്റ് റൂൾ ആയിട്ട് അതിനെ പറഞ്ഞത് ഫസ്റ്റ് എഡിഷന്റെ ഇൻട്രൊഡക്ഷനിലാണ്. ഇനി ക്യുറാൻഡറും ക്യുറൻഡറും തമ്മിൽ എന്താ ഡിഫറൻസ്? അതായത് ഇവിടെ TUR മാറി AR ആയി കഴിഞ്ഞാൽ എന്താ ഡിഫറൻസ്? സിമിലിയ സിമിലിബസ് ക്യുറൻഡർ, നമ്മുടെ സിമിലിയ സിമിലിബസ് ക്യുറൻഡറിന്റെ മീനിങ് എന്താണ്? Like cures like. ലൈക്ക് ക്യൂർസ് ലൈക്ക് ആണ് ക്യുറാൻഡർ. ലെറ്റ് ലൈക്ക് ബി ട്രീറ്റഡ് ബൈ ലൈക്ക് ആണ് സിമിലിയ സിമിലിബസ് ക്യുറൻഡർ. അതായത് നമ്മുടെ ഹോമിയോപ്പതിയുടെ തെറാപ്യൂട്ടിക് റൂൾ. ഈ സിമിലിയ സിമിലിബസ് ക്യുറാൻഡർ ആവുമ്പം അത് ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക് ആണ്, അത് നേച്ചേഴ്സ് തെറാപ്യൂട്ടിക് ലോ ആണ്. ഓക്കെ, ഈ കാര്യത്തിൽ കുറെ ട്രാൻസ്ലേഷൻസ് വന്നപ്പോൾ ഇതിനകത്ത് പല എറർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആദ്യം ക്യുറാൻഡർ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റിച്ചാർഡ് ഹ്യൂക്സ് ആദ്യത്തെ ചാപ്റ്ററിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഡഡ്ജൻ ഈ ക്യുറൻഡർ എന്ന് അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി വേൾഡ് വൈഡ് സിമിലിയ സിമിലിബസ് ക്യുറൻഡർ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ തേർഡ് എഡിഷനിലാണ് മെസ്മറിസം വന്നത്. ഫോർത്ത് എഡിഷനിലാണ് തിയറി ഓഫ് ക്രോണിക് ഡിസീസ് വന്നത്. അപ്പൊ ക്രോണിക് ഡിസീസിനെ പറ്റി ആദ്യം എഴുതിയ വർക്ക് ഏതാണ് ഹാനിമാൻ? ക്രോണിക് ഡിസീസ് ബുക്ക് തന്നെയാണ്. അത് 1828 ഫോർത്ത് എഡിഷൻ വരുമ്പോൾ 1829 ആണ്. ദെൻ ഫിഫ്ത്ത് എഡിഷനിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് വൈറ്റൽ ഫോഴ്സും ഡ്രഗ് ഡൈനാമൈസേഷൻ, അതുപോലെ ഐസോപ്പതി, ഹയർ പൊട്ടൻസീസ്. അതായത് ആദ്യമൊക്കെ ഹാനിമാൻ ലോവർ പൊട്ടൻസീസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഫിഫ്ത്ത് എഡിഷനിലോട്ട് വന്നപ്പോൾ ഹയർ പൊട്ടൻസീസും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സിക്സ് എഡിഷനിലാണ് ഹാനിമാൻ എല്ലാം പൊട്ടൻസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അതുപോലെ വൈറ്റൽ ഫോഴ്സ് എന്ന ടേം ഒന്ന് മാറി വൈറ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ വൈറ്റൽ എനർജി എന്നാക്കിയിട്ടുണ്ട്. ദെൻ മസാജിനും വാട്ടർ ബാത്സിനും ഒക്കെ അഫോറിസംസ് സിക്സ് എഡിഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത്രയും ഓർക്കുക, തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ഫോർത്ത് എഡിഷനും വൈറ്റൽ ഫോഴ്സും ഡ്രഗ് ഡൈനാമൈസേഷനും ഫിഫ്ത്തും. സിക്സ്ത്തിലാണ് എല്ലാം പൊട്ടൻസീസും. പിന്നെ വൈറ്റൽ ഫോഴ്സ് എന്ന ടേം മാറി വൈറ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വൈറ്റൽ എനർജി ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് എഡിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഗ്മെന്റഡ് എഡിഷൻ. തേർഡ് എഡിഷൻ ഈസ് ഇംപ്രൂവ്ഡ് എഡിഷൻ. ഫോർത്തും ഫിഫ്ത്തും ഓഗ്മെന്റഡ് ആൻഡ് ഇംപ്രൂവ്ഡ് എഡിഷൻസ് എന്നറിയപ്പെടുന്നു. ഫിഫ്ത്ത് വണ്ണിന് ഒരു അപ്പൻഡിക്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡഡ്ജൻ ഒരു അപ്പൻഡിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സിക്സ് എഡിഷന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് ജെയിംസ് ക്രോസ് ആണ്. ദെൻ സിക്സ് എഡിഷന് രണ്ട് എഡിറ്റേഴ്സ് ഉണ്ട്. അതായത് ആദ്യം സിക്സ് എഡിഷനെ ജർമ്മനിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം എഡിറ്റ് ചെയ്തത് റിച്ചാർഡ് ഹെയിൽ ആണ്. ആൻഡ് ബോറിക് ആണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും ബോറിക് ആണ്, എഡിറ്റ് ചെയ്തതും ബോറിക് തന്നെയാണ്. സോ ഓക്കെ, അപ്പം ട്രാൻസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഓഫ് സിക്സ് എഡിഷൻ ചോദിച്ചാൽ പിയറി ഷിമിറ്റും വില്യം ബോറിക്കുമാണ്. എഡിറ്റേഴ്സ് ചോദിച്ചാൽ റിച്ചാർഡ് ഹെയിലും വില്യം ബോറിക്കുമാണ്. ഓക്കെ, ആൻസർ ചെയ്തോളൂ. Fifth. ഓക്കെ, ഫിഫ്ത്ത്.
നെക്സ്റ്റ് ഇതിന്റെ ആൻസർ ഓൾറെഡി ഗിവൺ ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫീച്ചർ, സെക്കൻഡ് എഡിഷന്റെ ഫീച്ചർ ഏതാണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ലാറ്റിൻ വേർഡ് ഓടെ സപ്പിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന്. അപ്പൊ ഈ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഏത് എഡിഷനെ പറ്റിയ? ഫസ്റ്റ് ഓപ്ഷൻ കണ്ടെയ്ൻഡ് 291 അഫോർസം, അത് ഏത് എഡിഷനെ പറ്റിയ? 6th edition. സിക്സ് എഡിഷൻ. ഓക്കെ. ദെൻ തേർഡ് വൺ പബ്ലിഷ്ഡ് ഇൻ 1810, ഏത് എഡിഷൻ ആണ്? First First edition. edition. ഫസ്റ്റ് എഡിഷൻ. ഓക്കെ. ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ്? വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ബൈ വില്യം ബോറിക്. Sixth 6th edition. edition. സിക്സ് എഡിഷൻ. ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് ലോ ഓഫ് സിംപ്ലേസ്, സിംപ്ലെക്സ്, മിനിമം, ഡ്രഗ് ഡൈനാമൈസേഷൻ, വൈറ്റൽ ഫോഴ്സ്, ക്രോണിക് ഡിസീസ്. ഓക്കെ, അത്രയും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ലോ ഓഫ് സിമിലേഴ്സ് ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓൺ എസ് എ ഓൺ എ ന്യൂ പ്രിൻസിപ്പിൾസിലാണ്. അത് 1796. ഈ 1796നെയാണ് എന്ത് ബർത്ത് ഇയർ ഓഫ് ഹോമിയോപ്പതി. ഒരു കൺഫ്യൂഷൻ വരരുത്. 1790 ഓപ്ഷനിൽ കാണും, പക്ഷെ 1796നെയാണ് നമ്മൾ ബർത്ത് ഇയർ ഓഫ് ഹോമിയോപ്പതി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ 1797ലാണ് ലോ ഓഫ് സിംപ്ലക്സ്. ലോ ഓഫ് സിംപ്ലക്സ് എന്താണ്? മീൻസ് സിംഗിൾ മെഡിസിൻ, സിമ്പിൾ മെഡിസിൻ കൊടുക്കുന്നതിനെയാണ് ലോ ഓഫ് സിംപ്ലക്സ് എന്ന് പറയുന്നതും. ദെൻ ലോ ഓഫ് മിനിമവും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഹാനിമാന്റെ ആർട്ടിക്കിൾ ആണ്. ആർ ദ ഒബ്സ്റ്റക്കിൾസ് ടു ദ അറ്റൈൻമെന്റ് ഓഫ് സിംപ്ലിസിറ്റി ആൻഡ് സർട്ടനിറ്റി ഇൻ പ്രാക്ടിക്കൽ മെഡിസിൻ ഇൻസർമൗണ്ടബിൾ. ദെൻ ഡ്രഗ് ഡൈനാമൈസേഷൻ. ആദ്യമായി ഡ്രഗ് ഡൈനാമൈസേഷൻ അല്ലെങ്കിൽ പൊട്ടന്റൈസേഷനെ പറ്റി ഹാനിമാൻ പറഞ്ഞു തുടങ്ങിയത് ദ ക്യൂർ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്കാർലറ്റ് ഫീവർ 1801 വർക്കായിട്ടുള്ള സ്കാർലറ്റ് ഫീവറിന്റെ പ്രിവെൻഷനെ പറ്റി എഴുതിയ വർക്കിലാണ് ഡ്രഗ് ഡൈനാമൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി തിയറി ഓഫ് ക്രോണിക് ഡിസീസ് എവിടെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ക്രോണിക് ഡിസീസിലായിരിക്കും. ഓർഗനോണിന്റെ ഏത് എഡിഷനിലായിരിക്കും? Fifth edition. 5th edition. ഫിഫ്ത്ത് ആണോ? Fourth edition. തിയറി ഓഫ് ഡോക്ടർ ഓഫ് വൈറ്റൽ ഫോഴ്സ് ഏത് എഡിഷനിലാ? അല്ല, ഏത് വർക്കിലാണ് ആദ്യമായിട്ട്? ഓർഗനോണിൽ തന്നെയാണ് വൈറ്റൽ ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് എഡിഷനിലാണ്? Fifth edition. ഫിഫ്ത്ത് എഡിഷൻ. ഓക്കെ. പിന്നെ ഡോക്ടർ ഓഫ് ഡ്രഗ് പ്രൂവിങ്, അതായത് ഹാനിമാൻ പ്രൂവ് ചെയ്ത ആദ്യത്തെ റിസൾട്ട്സ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രൂവിങ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർക്ക് ഏതാണ്? ഫ്രാഗ്മെന്റ് ആണ്. ഓക്കെ. ബാക്കി ഉള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ ബാക്കി പ്രൂവിങ്സ് ഏതൊക്കെ വർക്കിലാണ് ഉള്ളത്? നമ്മൾ പറയില്ലേ ആനിമൽ മൊത്തത്തിൽ 99 ഡ്രഗ്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ 27 ഫ്രാഗ്മെന്റിലാണ്, 47 എവിടെയാണ്? ക്രോണിക് ഡിസീസിലാണ്. ബാക്കി എവിടെയാണ്? മെറ്റിയ മെഡിക്ക പ്യൂറയിലുമാണ്. അപ്പോഴെപ്പോഴും ഈ പ്രൂവിങ് ഹാനിമാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന 3 വർക്കിലായിട്ടാണ് ഫ്രാഗ്മെന്റ, ക്രോണിക് ഡിസീസ്, മെറ്റിയ മെഡിക്ക പ്യൂറ. അതിൽ തന്നെ ആദ്യം പ്രൂവിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഡോക്ടറിൻ ഓഫ് ഡ്രഗ് പ്രൂവിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രാഗ്മെന്റയിലാണ്. ഓക്കെ. ഇത് ആൻസർ ചെയ്യാമോ? സ്റ്റോൾ ആണോ? ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് ഹാനിമാൻ ഓർഗനോണിലാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിനെ പറ്റി? ഓർഗനോണിൽ തന്നെയാണ് കേട്ടോ. ഓർഗനോണിന്റെ ഇൻട്രൊഡക്ഷനിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. കോസം ടോളം അല്ലെങ്കിൽ ടോളെ കോസം എന്നുള്ള കൺസെപ്റ്റ് അലോപ്പതിയാണ്. ഓക്കെ. ടോളെ കോസം മീൻസ് Cause of the disease. കോസ് ഓഫ് ഡിസീസ് എന്നല്ല, റിമൂവൽ ഓഫ് കോസ് ഓഫ് ഡിസീസ് എന്നാണ്. ഓക്കെ. ഇതും ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത്. ദെൻ ജോൺ ഏണസ്റ്റ് സ്റ്റാഫ് ഈസ് വെൽ നോൺ ഫോർ Publication of first homeopathic journal. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഹോമിയോപ്പതിക് ജേണൽ സ്റ്റാഫിന്റെ ആണെന്ന് ഓർക്കുക. ദെൻ ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രിഫേസ് ആണ്. അതായത് എല്ലാ എഡിഷനും ഹാനിമാൻ ഓരോ പ്രിഫേസ് എഴുതിയിട്ടുണ്ട്. അതിൽ സെക്കൻഡ് എഡിഷനിലാണ് എന്ത് കോൺട്രാറിയ കോൺട്രാറിസിനെ പറ്റി ആദ്യമായി കോൺട്രാറിയ കോൺട്രാറിസ് എന്ന് ഹാനിമാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് എഡിഷന്റെ പ്രിഫേസിലാണ്. കോൺട്രാറിയ കോൺട്രാറിസ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഗാലൻ ആണ്. ഇതെന്താണ്? ആന്റിപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ. ഇനി ഹാനിമാൻ ആരെയാണ് ജെനുവിൻ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിച്ചത്? ആരെയാണ്?
ഇത് ഈ അടുത്തല്ലെങ്കിലും പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെനുവിൻ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് ഹാനിമാൻ വിളിച്ചത് ആരെയാണ്? ബ്രോസ. അല്ല 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 ബ്രോസോനെ അല്ല ബ്രോസോനെ അല്ല. ഓക്കെ, ഞാൻ പറയാം. അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് തേർഡ് എഡിഷന്റെ പ്രിഫേസിലാണ്. ഓക്കെ, ഇതാണ് എ ഗ്രേറ്റ് ഹെൽപ്പ് ടു ദ സ്പ്രെഡ് ഓഫ് ഗുഡ് കോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഈസ് വൺ ബൈ ദ ഗുഡ് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ഓഫ് ദ ലാസ്റ്റ് എഡിഷൻ റീസെന്റ് ബ്രോട്ട് ഔട്ട് എ ഗ്രേറ്റ് സാക്രിഫൈസ് ബൈ ദ ജെനുവിൻ ഫിലാന്ത്രോപ്പിസ്റ്റ് മൈ ലേൺഡ് ഫ്രണ്ട് ബാരൻ വോൺ ബ്രണ്ണോ. ഓക്കെ, അപ്പം ബ്രണ്ണോവെയാണ് എന്ത് ഹാനിമാൻ ജെനുവിൻ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിച്ചത്. കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഗുഡ് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ഓഫ് ദ ലാസ്റ്റ് എഡിഷൻ. അതായത് ലാസ്റ്റ് എഡിഷന്റെ തേർഡ് എഡിഷന്റെ പ്രിഫേസ് ആകുമ്പോൾ ലാസ്റ്റ് എഡിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് എഡിഷൻ. അതായത് സെക്കൻഡ് എഡിഷനെ ഫ്രഞ്ചിലോട്ട് ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന് വേറൊരു കൺട്രിയിലും കൂടെ ഓർഗനോണിന് അക്സെപ്റ്റൻസ് നേടിക്കൊടുത്തതിന് എന്താണ് ബ്രണ്ണോവിനോട് റെസ്പെക്റ്റോട് കൂടി ഹാനിമാൻ വിളിച്ചതാണ് എന്ത് ജെനുവിൻ ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ബ്രണ്ണോ ആണ്. ജെന്യൂൻ ഫിലോത്രോപിസ്റ്റ് എന്ന് ഹാനിമാൻ വിളിച്ചത് ബ്രണ്ണോയാണ്. ദെൻ നെക്സ്റ്റ് പ്രിഫേസ് ടു ദ ഫോർത്ത് എഡിഷനിലാണ് വിസ് മെഡിക്കാട്രിക്സിനെ പറ്റി ആദ്യമായി പറയുന്നത്. അതായത് ഓപ്പറേഷൻ ഓഫ് നേച്ചർ സെൽഫ് ഹെൽപ്പ് ഇൻ ഡിസീസ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? വിസ് മെഡിക്കാട്രിക്സ് നേച്ചർ. ഓക്കെ, വിസ് മെഡിക്കാട്രിക്സ് നേച്ചർ. അപ്പൊ ഇതൊക്കെ ഓർഗനോണിന്റെ ഇൻട്രൊഡക്ഷനിലും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇനി പ്രിഫേസ് ടു ദ ഫിഫ്ത്ത് എഡിഷനിലാണ്. ഫിഫ്ത്ത് എഡിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹാനിമാൻ പറയുന്നത് ആദ്യം അലോപ്പതിയെ പറ്റി പറയുന്നുണ്ട്, ഹോമിയോപ്പതിയെ പറ്റി പറയുന്നുണ്ട്. ആ കൂടുതൽ എന്ന് പറഞ്ഞാൽ അലോപ്പതിക്ക് എപ്പോഴും ഒരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. അത് തന്നെ അവർ പറഞ്ഞിരുന്നത് എക്സസ് ഓഫ് ബ്ലഡ് കാരണമാണ് ഡിസീസസ് വരുന്നത്. അതാണ് എക്സസ് ഓഫ് ബ്ലഡിനെയാണ് ഹാനിമാൻ പ്ലിത്തോറ എന്ന് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ പറയുന്നത് ഇമീഡിയറ്റ്ലി അവർ യൂസ് ചെയ്തിരുന്ന പല മെഡിസിൻസും ഇമീഡിയറ്റ് സപ്രഷന് കാരണമായി. കാരണം അവർ യൂസ് ചെയ്തിരുന്ന റൂള് കോൺട്രാറിയസ് ആയിരുന്നു. പിന്നെ അന്നത്തെ ഓൾഡ് സ്കൂളിന്റെ ട്രീറ്റ്മെന്റ് വഴി അവർക്ക് ക്യൂർ കൊടുക്കാൻ പറ്റിയത് കുറച്ച് അക്യൂട്ട് ഡിസീസസിനെ മാത്രമാണ്. പക്ഷെ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഡിസീസസും എന്തായിരുന്നു? ക്യൂവേർഡ് അല്ലായിരുന്നു. അവർക്ക് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 199 ഡിസീസസും എന്തായിരുന്നു? ക്രോണിക് ക്യാരക്ടറിലുള്ളതായിരുന്നു. അത് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ ഈ ഹോമിയോപ്പതി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഹോമിയോപ്പതി സിമിലാരിറ്റി അല്ലെങ്കിൽ സിമിലിയ സിമിലിബസിന്റെ ബേസിസിൽ മെഡിസിൻ കൊടുക്കുന്നു. അത് ഇൻ ദ സിമ്പിൾ ഫോം ബട്ട് ഇൻ റെയർ ആൻഡ് മൈന്യൂട്ട് ഡോസസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിഫേസിൽ മെയിൻ ആയിട്ടും പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേ. ക്ലിയർ അല്ല, ആൻസർ ചെയ്തായിരുന്നോ? റിച്ചാർഡ് ഹെയിൽ. ഓക്കെ, നമുക്ക് നോക്കാം റിച്ചാർഡ് ഹെയിലാണോ ആൻസർ എന്ന്. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റർ പ്രിഫേസ് ആണ്. ട്രാൻസ്ലേറ്റർ പ്രിഫേസ് എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് എഡിഷന്റെ ട്രാൻസ്ലേറ്റർ ആരാണ്? ഡഡ്ജൻ. അപ്പൊ ഡഡ്ജൻ എഴുതിയിരിക്കുന്ന പ്രിഫേസ് ആണ്. ഇൻ ദ അപ്പൻഡിക്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഡഡ്ജൻ ഒരു അപ്പൻഡിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ അപ്പൻഡിക്സിൽ എന്തൊക്കെയാണുള്ളത്? ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അപ്പൻഡിക്സിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, in the appendix I have given all the more important variations of the previous edition. അതായത് ഫിഫ്ത്ത് എഡിഷനിൽ മറ്റുള്ള എഡിഷൻസിൽ നിന്നും ഉണ്ടായ മാറ്റങ്ങൾ അതാണ് അപ്പൻഡിക്സിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ I have also indicated the corresponding views as set forth in the essay on a new principle and the medicine of experience. അതായത് ഈ രണ്ട് വർക്കിലും ഹാനിമാന്റെ essay on a new principleലും മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസിൽ നിന്നും ഫിഫ്ത്ത് എഡിഷന് വന്ന ചേഞ്ചസും നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? അപ്പൻഡിക്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് വർക്കിനെയാണ് ഡഡ്ജൻ പ്രിക്കോസേഴ്സ് ഓഫ് ഓർഗനോൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് പലയിടത്തും നോക്കുമ്പോൾ കാണാം ഓൺ ദ സ്പെക്യുലേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഓൺ ദ ഒബ്സർവേഷൻ ഓഫ് 3 കറന്റ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എന്നീ രണ്ട് വർക്കിനെയും ഓർഗനോണിന്റെ പ്രിക്കോസേഴ്സ് ആയിട്ട് പലയിടയ്ക്കലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡഡ്ജൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് വർക്കാണ്. എസ്സേ ഓൺ എ ന്യൂ പ്രിൻസിപ്പിൾ മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസിനെയുമാണ് ഓർഗനോണിന്റെ പ്രിക്കോസേഴ്സ് ആയിട്ട് ഡഡ്ജൻ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ അപ്പൻഡിക്സിൽ ഫിഫ്ത്ത് എഡിഷനിൽ വന്ന മാറ്റങ്ങളാണ്
ഫ്രം പ്രീവിയസ് എഡിഷൻസ് ആൻഡ് ഫ്രം ദീസ് ടു പ്രിക്കർസേഴ്സിൽ നിന്നും ഫിഫ്ത്ത് എഡിഷനിലുണ്ടായ ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡഡ്ജൻ അപ്പൻഡിക്സ് ആഡ് ചെയ്തത്. ഞാൻ ഓഫ് മൈ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ, അതായത് ഡഡ്ജൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം കുറെ ഇറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, തെറ്റുകൾ വന്നു. അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തത് റിച്ചാർഡ് ഹ്യൂക്സ് ആണ്. അതുകൊണ്ടാണ് റിച്ചാർഡ് ഹ്യൂക്സിനോടുള്ള ഒരു ഇൻഡെപ്റ്റ്നെസ് ഡഡ്ജൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? റിച്ചാർഡ് ഹ്യൂക്സ്. റിച്ചാർഡ് ഹ്യൂക്സിനോടാണ് ഡഡ്ജൻ ഇൻഡെപ്റ്റ്നെസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. Apple. ഓക്കെ, അപ്പൊ എ എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? അപ്പൻഡിക്സിനെയാണ്. Appendix. അപ്പൻഡിക്സിനെയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റ് എഡിഷൻസിലൊക്കെ നമ്മളിപ്പം ഫുട് നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഫുട് നോട്ടിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എന്താ, നമ്പേഴ്സ് അല്ലേ ഉള്ളത്. പക്ഷെ ഫസ്റ്റ് എഡിഷനിൽ എങ്ങനെയാണ് ഹാനിമാൻ ഫുട് നോട്ടിനെ ഡിനോട്ട് ചെയ്തിരുന്നത്? ANM. ഏനം മീൻസ് എന്താണ്? അതായത് ഫുട് നോട്ടിനെ യൂസ് ചെയ്തിരുന്ന വേർഡാണ് ആൻമറൻ. ANMERUNG, ആൻമറൻ. ദാറ്റ് മീൻസ് അനോട്ടേഷൻ ഓഫ് നോട്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഷോർട്ടായിട്ട് ANM എന്ന 3 ലെറ്റേഴ്സിലാണ് ഫുട് നോട്ടിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രൊഡക്ഷനിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പം ഇൻട്രൊഡക്ഷനിൽ കുറച്ച് ഡീപ്പാണ് ഇൻട്രൊഡക്ഷൻ, പക്ഷെ നമുക്ക് അത്രയും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ കൺസൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ. പണ്ട് ചോദിച്ചിരുന്നത് ഈ പറഞ്ഞ കണക്ക് എഡിഷൻസിനെ പറ്റിയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതലും അഫോർസംസിലോട്ട് ഡീപ്പറായിട്ട്, അതായത് സെന്റൻസ് എടുത്ത് ഏത് അഫോർസത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അസേർഷൻ റീസണിങ്, അല്ലെങ്കിൽ ഒരു 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ട്രൂ, അല്ലെങ്കിൽ എ ഈസ് എ റീസൺ ഓഫ് ബി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം വരുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ നിന്നും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പം കണ്ടുവരുന്നുണ്ട്. So this is a title of introduction of 5th edition of Organon, that is review of therapeutics, allopathy and palliative treatment that have hitherto been practiced in the old school of medicine. Okay. അപ്പൊ ഹാനിമാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നതിനകത്ത് സിസ്റ്റംസിനെ പറ്റിയാണ്, ദ സോ കോൾഡ് സിസ്റ്റംസ്. അപ്പം സിസ്റ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇന്നൂമറബിൾ ആൻഡ് ഡിസിമിലർ ഐഡിയാസ് റെസ്പെക്ടിങ് ദ നേച്ചർ ഓഫ് ഡിസീസ്. അതായത് നമ്മുടെ ഇൻവിസിബിൾ ഇന്റീരിയർ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിലായിട്ട് എങ്ങനെയാണ് ഒരു ഡിസീസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസീസ് ഫിനോമിനൻ എന്താണ് എന്നതിനെ പറ്റി അവർ എന്താണ് വോവ് ചെയ്തെടുത്ത കുറെ ഐഡിയാസ് ആണ്. ഇന്യൂമറബിൾ ആൻഡ് ഡിസിമിലർ ഐഡിയാസിനെയാണ് സിസ്റ്റംസ് എന്ന് വിളിച്ചത്. അതിനെപ്പറ്റി ഹാനിമാൻ പറയുന്നത് ദേ ആർ മിയർ തിയററ്റിക്കൽ വെബ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത ഒന്നും തമ്മിൽ എന്താണ്, ഇതെല്ലാം കോൺട്രാഡിക്ടറി ആയിരിക്കും. ഇതുകൊണ്ട് പ്രാക്ടീസിലോ അല്ലെങ്കിൽ സിക്ക് ബെഡിലോ നമുക്ക് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ യൂസും ഇതുകൊണ്ടില്ല. ആൻഡ് ദേ ഓൺലി സെർവ്ഡ് ഫോർ എംറ്റി ഡിസ്പ്യൂട്ടേഷൻസ്. വെറും തർക്കങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സിസ്റ്റംസ് കൊണ്ടുള്ള യൂസ്. ഓക്കെ, ദെൻ ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി അന്ന് യൂസ് ചെയ്തിരുന്ന ഓരോ ടൈപ്പ് അവരുടെ ട്രീറ്റ്മെന്റ്സ് എന്തെല്ലാമാണെന്നാണ് പറയാൻ പോകുന്നത്. ദെൻ ദ മിക്സ്ചേഴ്സ് ഓഫ് അൺനോൺ മെഡിസിനൽ സബ്സ്റ്റൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ മെറ്റീരിയൽ, അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റ് ആയിരുന്നു. അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റിന്റെ ബേസിൽ നടത്തിയിരുന്ന ആ ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് വിളിച്ചത്, അലോപ്പതി എന്ന് വിളിച്ചത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാനിമാൻ 5th എഡിഷൻ തൊട്ടിട്ടാണ് അലോപ്പതി എന്നാക്കിയത്. അതിന് മുന്നേ ഉള്ള എഡിഷൻസ് വരെ അലിയോപ്പതി എന്നായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഓൾഡ് സ്കൂൾ ഓഫ് മെഡിസിൻ. അവർ ക്ലെയിം ചെയ്ത ടൈറ്റിലാണ് റാഷണൽ മെഡിസിൻ എന്നുള്ളത്. ദേ ക്ലെയിംഡ് ദ ടൈറ്റിൽ ഓഫ് റാഷണൽ മെഡിസിൻ. എന്തുകൊണ്ടാണ് അവർ ആ ടൈറ്റിൽ ക്ലെയിം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഓൺലി സോട്ട് ഫോർ ആൻഡ് സ്ട്രോവ് ടു റിമൂവ് ദ കോസ് ഓഫ് ഡിസീസ്. അതായത് അവർ മാത്രമാണ് ഡിസീസിന്റെ കോസിനെ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചതും. ആൻഡ് ഫോളോഡ് ദ മെത്തേഡ് എംപ്ലോയിഡ് ബൈ നേച്ചർ ആൻഡ് ഡിസീസ്. അപ്പൊ എപ്പോഴും എന്തുകൊണ്ട് റാഷണൽ മെഡിസിനെ ക്ലെയിം ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ദേ ഓൺലി ട്രൈ ടു റിമൂവ് ദ കോസ് ഓഫ് ഡിസീസ് മാത്രമേ ഉള്ളെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ അടുത്ത ഓപ്ഷനിൽ ദേ ട്രൈ ടു ഇമിറ്റേറ്റ് നേച്ചർ, അല്ലെങ്കിൽ നേച്ചറിന്റെ മെത്തേഡിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു ഓപ്ഷനോട് ഉണ്ടെങ്കിൽ എന്ത് സെലക്ട് ചെയ്യണം? ഓപ്ഷൻ എ ആൻഡ് ബി സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റോളെ കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിമൂവൽ ഓഫ് കോസ് ഓഫ് ഡിസീസ്.
സോ ഓൾഡ് സ്കൂള് പറഞ്ഞിരുന്നത് എന്താണ്, അവർ മാത്രമേ കോസ് ഓഫ് ഡിസീസിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഹാനിമാൻ പറയാണ് ഒരിക്കലും കോസ് എന്ന് പറയുന്നത് എല്ലാം ഡൈനാമിക് ഒറിജിൻ ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് പെർസെപ്റ്റബിൾ ടു ദ സെൻസസ്. ദെൻ ഇനി കുറച്ച് ടേം ആണ്. എന്താണ് പ്രൈമ കോസ മോർബെ എന്ന് പറയുന്ന ഫ്രേസിന്റെ അർത്ഥം എന്താണ്? Primary cause of disease. Primary cause of disease. Okay, primary cause of disease. Then proximate cause means Fundamental. proximate cause means immediate cause of disease ആണ് കേട്ടോ. അപ്പൊ പ്രൈമറി കോസും പ്രോക്സിമേറ്റ് കോസ് ഇമ്മീഡിയറ്റ് കോസും ആണ്. ദെൻ എപ്രയോറി മീൻസ് എന്താണ്? ഫ്രം ദ ഏർലിയസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. ഫ്രം ദ ഏർലിയസ്റ്റ് അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന എന്തിൽ നിന്നോ എന്നുള്ളതാണ് എപ്രയോറി മീൻസ്. ഈ എപ്രയോറി എന്നുള്ള വേർഡൊക്കെ ഹാനിമാൻ ആദ്യമായി സെക്കൻഡ് എഡിഷൻ തൊട്ടിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ദെൻ ഇനി ഹാനിമാൻ പറഞ്ഞ ഒരു കാര്യമാണ് അതിന്റെ ഫുഡ് നോട്ടിലായിട്ട്, അതായത് ഇൻട്രൊഡക്ഷന് തന്നെ ഫുഡ് നോട്ട്സ് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രേസ് ആണ് കോസ മോർബോറം ക്രോണിക്കോറം. അതിന്റെ ബ്രാക്കറ്റിൽ നോൺ വെനീറേറോ ഒന്നുണ്ട്. എന്താണ് വാട്ട് ഇറ്റ് മീൻസ്? കോസ മോർബോറം ക്രോണിക്കോറിയം മീൻസ് എന്താണ്? Cause of chronic disease. Chronic diseases. ഓക്കെ, കോസ് ഓഫ് ക്രോണിക് ഡിസീസ്. ഇപ്പം ബ്രാക്കറ്റിലും കൂടെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണ്? ഇറ്റ്സ് ഈസ് എ കോസ് ഓഫ് നോൺ വെനീറിയൽ ക്രോണിക് ഡിസീസ്. അപ്പൊ അതെന്താണ് കോസ് ആയിട്ട് പറയുന്നത്? ഇച്ച് മയാസം അല്ലെങ്കിൽ സോറ. അപ്പൊ സോറയെ പറ്റി ഹാനിമാൻ അഫോർസത്തിൽ പറയുന്നതിന് മുന്നേ തന്നെ ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ ഇച്ച് മയാസം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിലാണ് സോറ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത്, അതായത് ഇൻഡിവിജ്വലൈസേഷൻ നടത്താതെ ട്രീറ്റ് ചെയ്യുന്നതിനെ ഹാനിമാൻ പറയണം. അങ്ങനെയുള്ള ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ് ഒരിക്കലും ഹോമിയോപ്പതിസ്റ്റ് എന്നൊരു ടൈറ്റിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവരെ നമ്മൾ ജനറലൈസിങ് അലോപ്പത്ത് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മോസ്റ്റ് മൈന്യൂട്ട് ഇൻഡിവിജ്വലൈസേഷൻ ഇല്ലാതെ ഒരിക്കലും ഹോമിയോപ്പതി പോസിബിൾ അല്ല. ദെൻ പിന്നെ പറയുന്ന അന്ന് ഉണ്ടായിരുന്നതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരേ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഹാനിമാൻ ഒരു ഡിസീസ് സ്പെസിഫിക് എന്നുള്ളതല്ല, കേസിന് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ സ്പെസിഫിക് മെഡിസിൻസ് പലപ്പോഴും എന്തായിരുന്നു ആക്ട് ചെയ്തത്? ഹോമോജീനസ് ആയിരുന്നു, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ആക്ഷൻ ആയിരുന്നു അവിടെ വന്നിരുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ച് ബെനിഫിറ്റ് കിട്ടിയിരുന്നത്. പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ട് ഓൾഡ് സ്കൂള് സിമിലർ മെഡിസിൻസ് അല്ലെങ്കിൽ ഹോമോജിനസ് മെഡിസിൻസ് യൂസ് ചെയ്തില്ല? അവര് എന്തുകൊണ്ട് ഡിഫറെന്റ് ഹെട്രോജീനസ് മെഡിസിൻസിലോട്ട് പോയി? അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഹോമോജിനസ് മെഡിസിൻസ് ട്രൈ ചെയ്ത് നോക്കിയപ്പം നമ്മൾ പറഞ്ഞില്ലേ എപ്പോഴും റിസെപ്റ്റിവിറ്റി ഫോർ ഹോമോജിനസ് ഇറിറ്റേഷൻ ബീങ് സോ ഹൈ ഇൻക്രീസ്ഡ് ഇൻ ഡിസീസസ്. അതായത് നമ്മൾ സസെപ്റ്റബിലിറ്റി പഠിക്കുമ്പോൾ പഠിക്കുമല്ലോ, എപ്പോഴും സസെപ്റ്റബിലിറ്റി ഈസ് ഹൈ ഫോർ സിമിലർ ഡിസീസസ്, അല്ലെങ്കിൽ സിമിലർ മെഡിസിൻസിനോട് സസെപ്റ്റബിലിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ സിമിലർ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്തപ്പോൾ എന്താണ് അവിടെ വയലന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അത് ഇഞ്ചുറീസ് ആയിട്ട് കണ്ടു. അതുകൊണ്ടാണ് അവര് ഹോമോജിനസ് മെഡിസിൻസ് യൂസ് ചെയ്യാതിരുന്നത്. പക്ഷെ ഹാനിമാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് ദ ഓൾഡ് സ്കൂൾ നെവർ ഡ്രീംഡ് ഓഫ് സ്മോളർ ആൻഡ് ഓഫ് എക്സ്ട്രീംലി സ്മോളർ ഡോസസ്. പക്ഷേ ആ സിമിലർ മെഡിസിൻസ് എക്സ്ട്രീംലി സ്മോളർ ഡോസിൽ കൊടുക്കുന്നതിനെ പറ്റി ഓൾഡ് സ്കൂൾ എന്താണ് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, ദെൻ ഇനി ഫുഡ് നോട്ടിൽ രണ്ട് ഫ്രേസ് ആണ്, പ്രിറ്റൻഡഡ് കോസൽ ട്രീറ്റ്മെന്റും ട്രൂ കോസൽ മെഡിക്കേഷനും. അതെന്താണ്? പ്രിറ്റൻഡഡ് കോസൽ ട്രീറ്റ്മെന്റ് ഏതായിരിക്കും? ഈ പ്രിറ്റൻഡഡ് കോസൽ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഓൾഡ് സ്കൂളിന്റെ അല്ലെങ്കിൽ അലോപ്പതിയുടെ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഹാനിമാൻ പറഞ്ഞിരിക്കുന്ന ഈ ബിലിയസ് ഫീവേഴ്സിലൊക്കെ ബൈലിന്റെ അക്യുമുലേഷൻ കാരണമാണ് ഡിസീസ് എന്നുള്ള ഒരു കൺസെപ്റ്റില് അവര് എമറ്റിക്സ് കൊടുത്ത് നോക്കുമായിരുന്നു. പക്ഷേ ശരിക്കും ആ ഒരു സ്റ്റൊമക്കിന്റെ ഡിറേഞ്ച്മെന്റ് വരുമ്പോൾ അവിടെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ പൾസാറ്റിൻ അക്സോമിക്കോ പോലത്തെ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് ക്യൂർ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് ട്രൂ കോസൽ മെഡിക്കേഷനും. അലോപ്പതി അവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് കോസ് ഉണ്ട്, ആ കോസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന മെത്തേഡ്സ് എല്ലാം തന്നെ പ്രിറ്റൻഡഡ് കോസൽ ട്രീറ്റ്മെന്റ്സ് ആണെന്നാണ് ഹാനിമാൻ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ബ്ലഡ് തേഴ്സ്റ്റി പാർഷ്യൻ ഫിസിഷ്യൻ. ഇത് ഹാനിമാൻ ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? ബ്ലഡ് തേഴ്സ്റ്റി പാർഷ്യൻ ഫിസിഷ്യൻ എന്ന് ഹാനിമാൻ ആരെയാ മെൻഷൻ ചെയ്തിരിക്കുന്നത്?
ബ്രോസോ ബ്രോസോനെ പറ്റിയാണ്. ഓക്കെ. ഈ ബ്രോസോന്റെ ഒരു ഫിസിയോളജിക്കൽ സിസ്റ്റം ഒക്കെ അത് ഏതാ ഫോർസത്തിലാ പറയുന്നത് ബ്രോസോയെ പറ്റി? 69. അല്ല 60 അങ്ങോട്ട് വരുമ്പോഴാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഫുഡ് നോട്ടിൽ ഡിസ്കസ് ചെയ്യാം പിന്നീട്. പക്ഷെ ഈ വെൽ നോൺ ബ്ലഡ് തേഴ്സ്റ്റി പാർഷ്യൻ ഫിസിഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത് ഇൻട്രൊഡക്ഷനിലാണ് കേട്ടോ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോസോ കൊണ്ടുവന്ന ഒരു